ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉണ്ടാകട്ടെ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായി നമുക്കെല്ലാവർക്കും പിൻപറ്റുവാൻ നല്ല മാതൃകയെ വെച്ചു പോയ ദൈവപുത്രന്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ എല്ലാ വിശുദ്ധന്മാർക്കും അറിയിക്കുന്നു. 1-2 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് ഇന്ന് പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ വെളിപ്പാട് പുസ്തക പഠനവുമായി അതിന്റെ ഉപസംഹാര ചിന്തകളിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇതില് ഇതുവരെ സഹകരിച്ച, പഠിപ്പാൻ ഉത്സാഹം കാണിച്ച നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായിട്ട് എല്ലാവർക്കും പ്രതിഫലങ്ങളെ നൽകുമാറാകട്ടെ എന്ന കർത്താവിനോട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. കർത്താവിന് സ്തോത്രം. നാം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലാണല്ലോ. അവിടെ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജീവവൃക്ഷത്തെ കുറിച്ചായിരുന്നു, ജീവജല നദിയെക്കുറിച്ച്. അതിനുശേഷം അതിൻ്റെ ഇരുകരയിലും നിൽക്കുന്ന ജീവവൃക്ഷങ്ങളെ കുറിച്ച്. ബഹുവചന പ്രയോഗം അവിടെ തെറ്റല്ല. ഇരുകരയിലും ജീവവൃക്ഷം ഉണ്ട്. അപ്പൊ ഒന്നിലധികം വൃക്ഷങ്ങൾ അവിടെ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ജീവവൃക്ഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 4 ജീവവൃക്ഷങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 4 ഇടങ്ങളിലെ ഈ വൃക്ഷത്തെ കുറിച്ച് കാണാം. ഒന്നാമത് നമ്മൾ കാണുന്നത് ഏദനിലാണ്. ഏദനിൽ. രണ്ടാമത് നമ്മൾ കാണുന്നത് യഹസ്കേലിൽ 47 കണ്ടതുപോലെ സഹസ്രാബ്ദ ഭൂമിയിൽ. അവിടെ ജീവവൃക്ഷമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ജീവവൃക്ഷത്തോട് നമുക്കതിനെ ഉപമിക്കുന്നതിൽ തെറ്റില്ല എന്ന് മാത്രം. മൂന്നാമത് നമ്മൾ കാണുന്നത് പറുദീസയിലാണ്. സ്വർഗീയ പറുദീസയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. വെളിപ്പാട് 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ. സ്തോത്രം. നാലാമതായി നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ യെരൂശലേം. സ്തോത്രം. So the tree of life is seen in 4 different places. First of all, it is in Genesis, in the Garden of Eden, in the pre-fall Eden. Genesis chapter 2 verse 9 and 3 verse 12, 22 and 24. ഉൽപ്പത്തി പുസ്തകം 2:9, 3:12, 22, 24 വാക്യങ്ങളിലും. So this is the first occurrence of tree of life. Second is in the millennial kingdom. We have to note that there is no mention of tree of life, but only trees. But they can be compared to. They are not at all tree of life. They can be compared. അവിടെ സഹസ്രാബ്ദ ഭൂമിയിൽ ഉള്ളത് യഹസ്കേൽ 47-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ ജീവവൃക്ഷം എന്ന പരാമർശമില്ല, എന്നാൽ അതിനോട് സമമായി നമ്മൾ വൃക്ഷങ്ങളെ അവിടെ കാണുന്നു എന്ന് മാത്രം. So that is in Ezekiel 47 and verse 12. Third one, in the heaven, or the heavenly, or the paradise of God. Either the heavenly paradise or the paradise of God. ദൈവത്തിന്റെ പറുദീസ, സ്വർഗീയ പറുദീസ എന്നൊക്കെ
വിളിക്കപ്പെടാൻ സാധിക്കുന്നതാണ്. Revelation 2:7 ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. And fourth one is here in Revelation 22, that is in the New Jerusalem. പുതിയ യെരുശലേമിൽ ഉള്ള ജീവവൃക്ഷത്തെ കുറിച്ചാണ് കാണുന്നത്. നമ്മളിപ്പോൾ വെളിപ്പാട് 22-ന്റെ 2-ാമത്തെ വാക്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ ജീവവൃക്ഷം ഇത് നിത്യജീവൻ കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതല്ല ഇവിടുത്തേത്. പകരം നിത്യജീവൻ ലഭിച്ചവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു ഭാഗ്യകരമായ അനുഭവമായിട്ടാണ് കാണുന്നത്. This is not actually the source of life, because the source of eternal life is God himself, Christ himself. Christ or God doesn't need any other medias to provide eternal life or forgiveness of sins or salvation or redemption or abundant life or life with God. Okay, ദൈവത്തോടൊപ്പമുള്ള ജീവന് അല്ലെങ്കിൽ നിത്യജീവന് അഥവാ സമൃദ്ധിയായ ജീവന്, പാപമോചനത്തിന്, വീണ്ടെടുപ്പിന്, രക്ഷയ്ക്ക് ഒക്കെ ദൈവത്തിന് വേറെ യാതൊരു വസ്തുക്കളുടെയും മാധ്യമങ്ങളുടെയും ആവശ്യമില്ല. അക്കാര്യം നാം ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കണം. ജലം എന്ന് പറയുന്ന ഒരു അക്ഷരീക വെള്ളത്തിന്റെയോ ജീവവൃക്ഷം എന്ന് പറയുന്ന ഒരു അക്ഷരീക വൃക്ഷത്തിന്റെയോ ഫലത്തിന്റെയോ ദൈവത്തിന് ആവശ്യമില്ല. ദൈവമാണ് ഇതിന്റെ സ്രോതസ്, നിത്യജീവന്റെ ഉറവിടം. ദൈവമാണ് നിത്യജീവൻ നൽകുന്നവൻ, ആത്മാക്കളുടെ ഉടയവൻ എന്ന് ദൈവത്തെ അതുകൊണ്ട് നമുക്ക് വിളിക്കാം. ആത്മാക്കളുടെ അധ്യക്ഷൻ എന്ന് പത്രോസ് തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. 1 Peter 2:25. There we see, എടുത്തെങ്കിലും ഒന്ന് വായിച്ചോളൂ. നിങ്ങൾ മുമ്പേ For you were like sheep going astray, but now you have returned to the shepherd and the overseer of your souls. മുമ്പേ നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നു? തെറ്റിയുഴലുന്ന ആടുകളെ പോലെ. ഇപ്പോഴോ നിങ്ങൾ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കും. Once we were led astray from God, now we have come back. We are back to the overseer, the chairman of our souls, our shepherd. അപ്പം നമ്മൾ ഒരിക്കൽ കർത്താവിനെ കൂടാതെ കർത്താവിൽ നിന്നും അകന്നു കഴിഞ്ഞിരുന്നവരായിരുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് നമ്മെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. He is the source. ദൈവമാണ് നിത്യജീവന്റെ സ്രോതസ്സായിരിക്കുന്നത്. പിന്നെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണ്ടു. ഇറ്റ് ഷോസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാട്ടിലൂടെ പഠിച്ചത്, ഇറ്റ് ഷോസ് God's manifold wisdom in bringing his eternal plans into perfection. ദൈവത്തിന്റെ അനാദി നിർണയങ്ങളെ അതിന്റെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെ, ദൈവത്തിന്റെ സർവശക്തിയെ
ഇവിടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. So it's a blessing. It's a gift, whether this tree of life or the river of life. They are just pointing out to the truth, and they are a blessing. അതൊരു അനുഗ്രഹമായി, അതൊരു ദാനമായി നമുക്ക് കാണാം. സ്തോത്രം. അതിന്റെ അർത്ഥങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിക്കുകയായിരുന്നു. പിശാചുക്കളും മനുഷ്യരും, അതായത് പിശാചുക്കളും അവയാൽ പ്രേരിപ്പിക്കപ്പെട്ട ലോകത്തിലെ വമ്പൻ ശക്തികളും ഒരുമിച്ച് ദൈവത്തിന്റെ പദ്ധതികളെ തകിടം മറിക്കാനായിട്ട് ശ്രമിച്ചു. ഒന്നും രണ്ടും ദിവസങ്ങളല്ല, മില്ലേനിയംസ് ടുഗെദർ, സഹസ്രാബ്ദങ്ങൾ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയെ തച്ചുടയ്ക്കാൻ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല എന്ന് കർത്താവ് ഇതിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. So God is bringing about his eternal plans, eternal purposes into perfect fulfillment despite all the oppositions from the powers of darkness and the hosts of the hell. അവിടെ അത് ഈ ജീവവൃക്ഷമാകട്ടെ, ജീവജല നദിയാകട്ടെ, ഇതെല്ലാം തന്നെ ദൈവത്തിന്റെ വിജയത്തെ ഘോഷിക്കുന്ന നിത്യതയിലെ പ്രദർശനങ്ങളാണ്. They are eternal demonstrations or demonstrative things in eternity, demonstrating God's ultimate victory. നമുക്ക് ദൃഷ്ടികളാൽ കാണത്തക്കതുപോലെ ദൈവത്തിന്റെ വിജയത്തെ ഉദ്ഘോഷിക്കുന്ന പ്രദർശനങ്ങൾ മാത്രമാണ് നിത്യതയിൽ ഇവയെല്ലാം. ഇതൊന്നും നിത്യജീവന് ആവശ്യമായ ഘടകങ്ങൾ അല്ല. നമ്മള് നേരത്തെ തന്നെ കണ്ടിട്ടുള്ളത് പോലെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം ആ ശരീരത്തിൽ ഇല്ല. പക്ഷേ വേണ്ടുവോളം നമുക്ക് കഴിക്കാം. സ്തോത്രം. നമുക്ക് ഭക്ഷിക്കാം. അതുകൊണ്ടാണ് ഇത് ഭക്ഷണത്തിനായിട്ട് തരും എന്ന് പറഞ്ഞത്. അതുപോലെ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നമ്മോടുകൂടെ കർത്താവ് പന്തിയിൽ ഇരിക്കും വരെ ഇനി മുന്തിരിവള്ളിയുടെ അനുഭവം കർത്താവ് അനുഭവിക്കില്ലെന്ന് പറഞ്ഞതും ഈ സമയത്ത് നമുക്ക് കർത്താവിനോടുകൂടെ പന്തി ഭോജനം കഴിക്കാം എന്ന സൂചനയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിശദീകരണം ആവശ്യമില്ലായിരിക്കും. എന്നാൽ ഇതൊന്നും എന്തല്ല, നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. ഇവയൊന്നും ഭക്ഷിക്കാതെ തന്നെ നമുക്ക് നിത്യജീവൻ ഉണ്ട്. അപ്പോൾ ഈ ജീവവൃക്ഷത്തിന്റെയും ജല നദിയുടെയും പിറകിലെ ആശയം നിത്യജീവൻ എന്നുള്ളതാണ്. അതിന്റെ സ്രോതസ് ദൈവമാണ് എന്നതാണ്. ഇതിലെ പഴവും ഇലയും എല്ലാം ഭക്ഷ്യയോഗ്യമാണെന്നും നാം കാണും. ഒന്നും അതിൽ കളയാനില്ലെന്നർത്ഥം. നത്തിങ് ടു വേസ്റ്റ്, നത്തിങ്
which are not profitable. പ്രയോജനകരമല്ലാത്തതൊന്നുമില്ല എന്നർത്ഥം. സ്തോത്രം. എല്ലാം പ്രയോജനകരമായതാണ്. അതുകൊണ്ടാണ് ഇലകളെ കുറിച്ച് അവിടെ പറയുന്നത്. സ്തോത്രം. ഇലകൾ ജാതികളുടെ രോഗശാന്തിക്കെന്ന് പറഞ്ഞതിന്റെ അർത്ഥവും നമ്മൾ മൂലഭാഷയിൽ നിന്ന് കണ്ടു. രോഗശാന്തിക്കല്ല, ആരോഗ്യത്തിന് എന്നാണ് അർത്ഥം. അപ്പോൾ ഇനിയും നോക്കുന്നത് ഈ ജാതികൾ ആരാണ് എന്നുള്ളത്. നമ്മുടെ ഇടയിൽ നേരത്തെ ഒരു ചോദ്യം വന്നിരുന്നു, നിത്യതയിൽ ജാതികൾ ഉണ്ടാകുമോ എന്ന്. ഈ വാക്യങ്ങൾ ഉണ്ട്, ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമ്മോട് പറയുന്നത്. സ്തോത്രം. 21-ാം അധ്യായത്തിന്റെ 24. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. മൊത്തം വായിച്ചു. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. 22-2 ഒരിക്കൽ കൂടി. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഈ 2 ഭാഗങ്ങളിലും നാം ജാതികളെ കാണുന്നു. എവിടെയാണ് ഇവർ ഉള്ളത്? നിത്യതയിലാണെന്ന് ഉറപ്പാണ്. കാരണം 20-ാം അധ്യായം 11-ാം വാക്യത്തോടു കൂടെ ഇപ്പോഴുള്ള ഭൂമിയും ആകാശവും സമുദ്രവും മാറിപ്പോകുന്നത് നാം കാണുന്നു. അവിടുത്തെ ഭാഷ ഓടിപ്പോകുന്നതാണ്. അവയെ പിന്നെ കണ്ടില്ല. 21-ന്റെ 1-ലും നാം അത് കാണുന്നു. അപ്പൊ 20-ന്റെ 11-ലും 21-ന്റെ 1-ലുമായി ഇപ്പോഴുള്ള ആകാശ ഭൂമികൾ സമുദ്രം ഉൾപ്പെടെ ഉള്ളത് മാറിപ്പോകുന്നു. എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ യെരൂശലേമും സ്ഥാപിതമാണ്. അത് നാം കണ്ടു, നിത്യതയാണ്. പിന്നെ ഇനിയും സമയം അവിടെ അവസാനിക്കുന്നു. നിത്യത. ആ നിത്യതയിലാണ് നാം ഇപ്പോൾ വായിച്ച 21-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യവും 22-ന്റെ 2-ാമത്തെ വാക്യവും നമ്മോട് ജാതികളുടെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതേക്കുറിച്ച് ഒത്തിരി അഥവാ വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ വേദപണ്ഡിതാക്കൾക്കിടയിലുണ്ട്. അതിൽ ഒന്ന്, ചിലർ ഈ ഭാഗങ്ങളെ 1000 ആണ്ട് വാഴ്ചയോട് ഉപമിച്ച് പഠിക്കാറും പഠിപ്പിക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ആകാശഭൂമികൾ മാറിയിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 2 അധ്യായങ്ങൾ എന്നതുകൊണ്ട് ആ അഭിപ്രായത്തോട് നമുക്ക് വേണ്ടത്ര യോജിപ്പില്ല. ഇത് 1000 ആണ്ട് വാഴ്ചയിലെ കാര്യമാണെന്നുള്ളത് നമുക്ക് അത്ര മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഈ 2 അധ്യായങ്ങൾ നിത്യതയെ സംബന്ധിച്ചാണ് പങ്കുവയ്ക്കുന്നത്. 2, ഞാന് കഴിഞ്ഞ ദിവസം അടുത്ത് വായിച്ചത് കൃത്യമായിട്ട് ആ പദങ്ങൾ ഓർക്കുന്നില്ല. അതായത് പ്രത്യേകിച്ച് TPM കാരുടേതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ച ഭാഗത്ത് ഒരു വിഭാഗക്കാരെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒടുവിൽ പറഞ്ഞു വന്നത് കേട്ടപ്പോൾ അത് TPM കാരുടെ ഉപദേശമായിട്ട് എനിക്ക് തോന്നി. അത് വളരെ വിചിത്രമായും എനിക്ക് തോന്നി.
ഇന്നും ഞാൻ ഇപ്പോ നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഞങ്ങളുടെ പിതാവിന്റെ സൂസന്റെ പപ്പായുടെ കയ്യിലിരുന്ന ഒരു പുസ്തകം ഇവിടെ അലമാരിയിൽ ഇരിക്കുന്നത് കണ്ടു. വെളിപ്പാട് പുസ്തക വ്യാഖ്യാനം. എഴുത്തുകാരനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹവും അതില് ഈ ജാതികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പ്രയോഗം എനിക്ക് അത്ര സ്വീകാര്യമല്ല. വെളിപ്പാട് പുസ്തക പഠനത്തിൽ അഗ്രഗണ്യനായി പരിഗണിക്കപ്പെടുന്ന ഒരു ദൈവദാസന്റെ പുസ്തകമാണെങ്കിൽ കൂടെ, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഞാൻ ആദ്യത്തെ ആ ഒരു ഖണ്ഡിക ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. 21:24. ജാതികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ ഉദ്ദേശിച്ചാണ്? ഇംഗ്ലീഷ് ബൈബിളിൽ KJV-യിൽ രക്ഷിക്കപ്പെട്ട ജാതികൾ എന്നാണ് ഉള്ളത്. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ KJV കാണുമായിരിക്കുമല്ലോ, ആരുടെയും കയ്യിൽ. അതിലെങ്ങനെയാണോ ഞാൻ നോക്കിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ലത്. ഇപ്പോഴെന്റെ കയ്യിൽ കിട്ടിയ പുസ്തകം നമ്മുടെ മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷം. Yes, Pastor. അങ്ങനെയാണോ? And the nations of those who are saved shall walk in this light. Yeah, nations, those who are saved. രക്ഷിക്കപ്പെട്ട ജാതികൾ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. മത്തായി 25:31 മുതൽ 46 സകല ജാതികളിൽ നിന്നും വേർതിരിക്കപ്പെടുന്ന ചെമ്മരിയാടുകളായ നീതിമാന്മാർ ഈ ഗണത്തിൽ പെടും. അത് നമുക്ക് സ്വീകരിക്കാൻ കുഴപ്പമില്ല. യെശയ്യാ 2:2-4 വരെയുള്ള വാക്യങ്ങളിൽ സഹസ്രാബ്ദ ഭരണത്തിൽ ദൈവത്തിന്റെ വഴികളെ തിരഞ്ഞെടുത്ത് അവന്റെ പാതകളിൽ നടക്കുന്ന ഒരു കൂട്ടം ജാതികളെ കാണുന്നു. സഹസ്രാബ്ദത്തിൽ രക്ഷിക്കപ്പെടുന്ന, കർത്താവിന്റെ വഴികളെ തിരഞ്ഞെടുത്ത് നടക്കുന്ന യഹൂദേതരരായ വ്യക്തികൾ. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം സാത്താൻ പലരെയും വശീകരിച്ച് ഗോഗ് മാഗോഗ് യുദ്ധത്തിന് അണിനിരത്തുമ്പോൾ സാത്താന്റെ തന്ത്രത്തിൽ കുടുങ്ങാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരും ഈ ഗണത്തിൽ പെടും. അതും നമുക്ക് സ്വീകരിക്കാം. അടുത്തതാണ് സഭാ കാലയളവിൽ രക്ഷയ്ക്ക് പങ്കാളികളായ സകല ജാതികളും. അതായത് ഉപദേശത്തിന്റെ പൂർണ്ണത പ്രാപിക്കാതെ അറിഞ്ഞ ഉപദേശങ്ങൾക്ക് അനുസരണം കൊടുത്ത് വിശ്വസ്തയോടെ നിന്നവർ ഇതിൽ പെടുന്നു. അവർ പുതിയ യെരുശലേമിന് അവകാശികളാകയില്ല, അതിന്റെ വെളിച്ചത്തിൽ നടക്കും. TPM-ന്റെ ഉപദേശത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു ഉപദേശമാണിത്. ഇപ്പൊ TPM-കാർ പറയുന്നതായിട്ട് ഞാൻ വായിച്ചത് കൃത്യമായ പ്രയോഗങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത് അവര് പഠിപ്പിക്കുന്നത് നീതിബോധത്തോടുകൂടെ നടന്ന ജാതികൾ, അവര് ഈ പുതിയ ഭൂമിയിൽ ഉണ്ടാവും. പിന്നെ രക്ഷിക്കപ്പെട്ടു പക്ഷെ സ്നാനപ്പെടുകയൊന്നും ചെയ്യാതിരുന്ന ക്രിസ്ത്യാനികൾ, അവര് പുതിയ ആകാശത്തിൽ കാണും. പിന്നെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും വിശുദ്ധ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്തവര് പുതിയ യെരുശലേമിൽ കാണും. കല്യാണം ഒന്നും കഴിക്കാതെ, വിവാഹത്തിന് കൊടുക്കാതെ നടന്ന വിശുദ്ധന്മാർ കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ. അപ്പൊ ഇതിൽ നിന്നാണ് ഞാനത് TPM ഉപദേശമാണെന്ന് ഗ്രഹിച്ചത്. ആ ഉപദേശം വേദപുസ്തക പ്രകാരം അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്നാനപ്പെട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് വിശുദ്ധ ജീവിതം ഒന്നും നയിച്ചില്ലെങ്കിലും ഈ യെരുശലേമിൽ കയറാൻ ഒക്കത്തില്ലെന്നല്ലേ ഉള്ളൂ. പുതിയ
ആകാശത്തിലും പുതിയ ഭൂമിയിലും ഒക്കെ നടക്കാമല്ലോ, ജീവിക്കാമല്ലോ. നരകത്തിൽ നിന്ന് എന്തായാലും രക്ഷപ്പെടുമല്ലോ. നരകത്തിൽ പോകത്തില്ലല്ലോ. അതെ അതെ, നരകത്തിൽ പോകുന്നില്ലല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. എന്താണ് പറയുന്നത്? വേലി പൊളിച്ചു കൊടുക്കുന്ന ഉപദേശം ഇത് തികച്ചും തെറ്റാണ് കേട്ടോ. അതിനിപ്പോ ആര് പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ, നീ നാളെ ഞാൻ തന്നെ ഇത് പഠിപ്പിച്ചാൽ ഇത് കൈക്കൊള്ളരുത്. ഇവിടെ പറയുന്ന ജാതികൾ സഭാകാലയളവിലെ ആൾക്കാരെ അല്ല. ഇവിടെ പറയുന്ന നേഷൻസ് ഓർ ജെന്റൈൽസ്, നേഷൻസ് എന്നും ജെന്റൈൽസ് എന്നും പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് ഇന്ന് നമുക്കറിയാമല്ലോ, ഇപ്പോൾ സഭാകാലയളവിൽ ദൈവസഭ ഭൂമിയിലുള്ളപ്പോൾ ഭൂമിയിലെ മനുഷ്യരെ ബൈബിൾ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് ചർച്ച് ഏജ്, the New Testament classifies humanity into three as per 1 Corinthians 10:32. 1 കൊരിന്ത്യർ 10:32 നമ്മളത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 1 ജ്യൂസ്, 2 ഗ്രീക്സ്, 3 ചർച്ച് ഓഫ് ഗാഡ്. യഹൂദനും യവനനും ദൈവസഭയും. യഹൂദനെ നമുക്കറിയാം, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന്റെ പരമ്പര. അതിൽ പെടാത്ത എല്ലാവരും യവനന്മാരാണ് അഥവാ ജാതികളാണ്. ഈ രണ്ടു കൂട്ടരിൽ നിന്നും യേശുവിൽ വിശ്വസിച്ച ദൈവമക്കളായവർ ദൈവസഭയും. അപ്പോൾ ദൈവം ഈ കാലത്ത് അംഗീകരിക്കുന്നത്, അതായത് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതൽ ദൈവസഭയുടെ ഉൽപ്രാവണം വരെയുള്ള കാലത്ത് ദൈവം തന്റെ ജനമായി അംഗീകരിക്കുന്നത് ദൈവസഭയെ മാത്രമാണ്. Ever since the crucifixion and resurrection of Jesus Christ, until the rapture of the church, God accepts people only in and through the church. In and through the church. ചർച്ച് ദൈവസഭ എന്ന നിലയിൽ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ജാതികളെന്നും യഹൂദന്മാരെന്നുമുള്ള വേർതിരിവ് അവിടെ ഇല്ല. സഭ, സഭയല്ലാത്തവർ, സഭയ്ക്കകത്തുള്ളവർ, സഭയ്ക്ക് പുറത്തുള്ളവർ, ഇവർ മാത്രമേ ഉള്ളൂ. അപ്പൊ സഭാ കാലയളവിൽ അറിഞ്ഞ സത്യത്തിൽ അനുസരിച്ച് ജീവിച്ചവർ ഈ പുതിയ യെരുശലേമിന് പുറത്ത് അതിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന ജാതികളായിരിക്കും എന്ന ഉപദേശം തെറ്റാണ്. അതാരും സ്വീകരിക്കരുത്, അതാരും സ്വീകരിക്കരുത്. ഇനി സുവിശേഷം കേൾക്കാൻ അവസരമില്ലാതെ ആമസോൺ കാടുകൾ പോലെയുള്ള ഉൾപ്രദേശങ്ങളിൽ കഴിയുന്നവർ ഈ ഗണത്തിൽപ്പെടുമെന്ന് പറഞ്ഞാലും നമുക്കവിടെ ഒരല്പം ജാമ്യമെടുത്തങ്ങ് മാറാം. അല്ലാതെ സഭാകാലയളവിൽ സുവിശേഷം കേട്ടിട്ട് അത് ഭാഗികമായിട്ട് അനുസരിച്ച് നടന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് കരുതരുത്. അത് വേദപുസ്തക അടിസ്ഥാനമില്ലാത്ത കാര്യം. എന്നാൽ ഇവിടെ പറയുന്ന ജാതികൾ തീർച്ചയായിട്ടും എങ്ങനെയുള്ളവരാകാം? ഈ പറയപ്പെട്ടതുപോലെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഹസ്രാബ്ദ കാലത്ത്, ക്രിസ്തുവിന്റെ സഹസ്രാബ്ദത്തിൽ ജീവിച്ചിരുന്നവരും സഹസ്രാബ്ദത്തിന്റെ ഒടുവിൽ സാത്താന്റെ വശീകരണത്തിൽ പെടാതെ യേശുക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയിലും വിധേയത്വത്തിലും നിന്നവരുമായ ജാതികളെ കർത്താവ് നിത്യതയിലേക്ക് ചേർക്കുന്നു.
അവരാകാം ഈ ജാതികൾ. So these Gentiles can be those non-Jewish community living in and through the millennium of Christ. They would be loyal unto the Lord even when Satan will be deceiving innumerable Gentiles and collecting them against Jesus Christ in the Gog and Magog battle. But even when the devil will be deceiving such innumerable Gentiles, these people will keep their loyalty to Christ and Him alone. They will not be part of the church, neither of the Jews. But God will consider them as the redeemed Gentiles or the saved Gentiles, as we see in KJV. They will be allowed in the new earth. New earth. Even they may have entrance into the city, but they may not be residents in the New Jerusalem. അവർക്ക് പുതിയ യെരൂശലേമിൽ വാസം ചെയ്യുവാൻ കഴിയില്ല. പക്ഷെ അവിടേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടാകാം. അതുകൊണ്ടാണ് 21-25 വാക്യം 21-25 ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കയില്ല. സ്തോത്രം. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല. രാത്രി അവിടെ ഇല്ലല്ലോ. ഇപ്പം ഗോപുരങ്ങൾ, വാതിലുകൾ എപ്പോഴും തുറന്നിരിക്കുകയാണ്. സ്തോത്രം. തുറന്നിരിക്കുക. നമ്മൾ 22-14 വാക്യത്തിലും അത് കാണുകയുണ്ടായി. 22:14. Blessed are those who wash their robes, that they may have the right to the tree of life and may go through the gates into the city. So they can access to. അതുപോലെ തന്നെ 24 നമ്മൾ കണ്ടു, ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. That means they have access. They can enter, but they are not residents or inhabitants. They don't have inheritance in. അവർക്ക് പുതിയ യെരൂശലേമിലേക്ക് കടക്കാം. അവർക്ക് അവിടെ വസിപ്പാനായിട്ട് കഴിയില്ല. ജാതികളുടെ രാജാക്കന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവർ ഒരു പക്ഷേ ഈ ഭൂമിയിലെ, അല്ലെങ്കിൽ അവർ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് രാജാക്കന്മാരായി, ഭരണാധിപന്മാരായി ഉന്നത നിലപാടുകൾ പുലർത്തിയിരുന്നവരാകാം. അല്ലെങ്കിൽ ഈ പ്രത്യേക സമയത്ത് അവർക്ക് പ്രതിഫലങ്ങളായി ദൈവം പകുത്തു കൊടുത്തതാകാം. ചിലർ ഈ രാജാക്കന്മാരെ കുറിച്ച് കരുതുന്നത് അവർ ദൈവസഭാംഗങ്ങളായിരിക്കുമെന്നാണ്. അവർക്ക് പ്രതിഫലങ്ങളായി ലഭിക്കുന്ന അധികാരവും അവകാശവും രാജാക്കന്മാർ എന്ന നിലയിൽ അവർ ജാതികളുടെ മേൽ ഭരണം നടത്തും. ഈ പുറത്ത്, പട്ടണത്തിന്, നഗരത്തിന് പുറത്തുള്ള ഈ ജാതികളുടെ മേൽ
അവർ ഭരണം നടത്തും. അവരുടെ മഹത്തുക്കൾ, അവരുടെ ബഹുമാനം അവർ കർത്താവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, ഗവർണർമാർ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ ഇവിടെ ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന വേദപഠിതാക്കളും ഉണ്ട്. അല്ല, ഇവർ ആ സമയത്ത് ജാതികളിൽ നിന്ന് തന്നെ അവരുടെ മേൽനോട്ടത്തിന് വേണ്ടി കർത്താവിനാൽ നിയമിക്കപ്പെടുന്നവരാണ് എന്ന മറ്റൊരു വാദമുണ്ട്. മൂന്നാമത്തേതാണ്, അവർ ഭൂമിയിലായിരുന്ന സമയത്ത് രാജാക്കന്മാരോ മഹത്തുക്കളോ ഭരണാധിപന്മാരോ ആയിരുന്നിരിക്കണം എന്ന അഭിപ്രായവും ഉള്ളത്. സോ ദീസ് കിങ്സ് may be Christians, God's people themselves, whom the Lord appoints over these Gentiles as a reward, because Christ has promised such rewards to the overcomers. Also, even Christ was discoursing with his disciples. He has disclosed it. A second opinion is these kings may be the kings God appoints over these Gentiles from themselves, according to their works, according to their approach to God, their loyalty to God, their obedience to the word, to the law of God. A third opinion is these kings may be or might be kings during their earthly life, and here they are still, thank you, they are still considered as kings or rulers. We don't exactly know who these kings are. ഈ രാജാക്കന്മാർ ആരാണെന്ന് വ്യക്തതയോടെ നമുക്ക് അറിയില്ല. അതിനെക്കുറിച്ച് ബൈബിൾ മറ്റൊന്നും പരാമർശിക്കുന്നില്ല. അപ്പൊ ഈ സാധ്യതകൾ നമുക്ക് പരിഗണിക്കാമെന്ന് മാത്രമേ. ഈ സാധ്യതകൾ. താങ്ക് യു. എർത്തലി ലൈഫ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത് 1000 ആണ്ട് കാലത്തെ അതാണോ അതോ അതിനു മുമ്പുള്ള കാലത്തെയോ? എന്തോ ഈ രാജാക്കന്മാരുടെ എർത്തലി ലൈഫ് എന്ന് ഉദ്ദേശിച്ചത് ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ എർത്തലി ലൈഫാണോ ഉദ്ദേശിക്കുന്നത് അതോ അതിനു മുമ്പ്? അതെ. അല്ല, അവര് ജഡരക്തങ്ങളല്ലല്ലോ, അല്ലയോ? അല്ല, ജഡരക്തങ്ങൾക്ക് ഈ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധ്യമല്ല. നോ മോർ കേഴ്സ് നമ്മൾ 22-ാം അധ്യായത്തിൽ കാണുന്നു. ഇനിയും ശാപം ഉണ്ടാകയില്ല. 21-4 മുതൽ നമ്മൾ കണ്ടു, ഇനി മരണം ഉണ്ടാകയില്ല. That means they are not at all mortal beings. അവർ ദ്രവത്വമുള്ള ശരീരത്തിലല്ല. മരണമില്ല. മരണം നീങ്ങി. മരണം സംഭവിച്ചു കഴിഞ്ഞു, നമ്മളത് കണ്ടു. അതുകൊണ്ട് ഇവരാരും തന്നെ ജഡരക്തങ്ങളോട് കൂടിയ മരണത്തിന് അധീനരായവരല്ല. മരണം നീങ്ങിക്കഴിഞ്ഞു. ഇനിയും ആരും മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് താമസിക്കാൻ പ്രത്യേകം ഒരു സ്ഥലത്തിന്റെ ആവശ്യം ഉണ്ടാവില്ലെന്ന് അർത്ഥം, അല്ലേ? ഇവർക്ക് ഇപ്പം ഈ ദൈവത്തിനും കർത്താവിനെ പോലെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായ നമുക്കും താമസിക്കാൻ പ്രത്യേക സ്ഥലത്തിന്റെ ആവശ്യം ഇല്ലാഞ്ഞിട്ടും പുതിയ യെരൂശലേം എന്ന ബൃഹത്തായ നഗരം ഒരുക്കിയിരിക്കുന്നത് പോലെ ഇവർക്ക് വേണ്ടിയും കർത്താവ് അങ്ങനെ ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. ശാപമില്ലാത്ത, പാപമില്ലാത്ത, പാപത്തിനും ശാപത്തിനും ഇനി ഒരു സാധ്യതയുമില്ലാത്ത ഒരു ഭൂമി. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ, ദൈവത്തിന്റെ അനാദി നിർണയം,
ഇവിടെ നിവർത്തിക്കപ്പെടുന്നതിന്റെ ഒരു സാക്ഷാത്കരണമാണ് കാണുന്നത്. ഇതൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. ഈവൻ ദൈവത്തിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ദൈവത്തിന് തന്നെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒന്നുമില്ല. പക്ഷേ ഇറ്റ് വാസ് പ്ലീസ് ടു ഗാഡ്. ദൈവത്തിന് അങ്ങനെ പ്രസാദമായി. സ്തോത്രം. ഇതിന്റെ ഒന്നും ആവശ്യം ദൈവത്തിനില്ല. നമ്മൾ പറയുന്നു നമ്മളെ കർത്താവ് സൃഷ്ടിച്ചത് കൂട്ടിനും കൂട്ടവകാശത്തിനും ഒക്കെയാണെന്ന്. അതിന് പോലും ദൈവത്തിന് ആവശ്യം ഇല്ലായിരുന്നു. Our God is a God who doesn't need anything. But it was pleased to him. അതുകൊണ്ടാണ് നമ്മൾ എഫേസ്യരിൽ വായിക്കുന്നത് in his good pleasure. In his good pleasure. ദൈവത്തിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ദൈവത്തിന് അങ്ങനെ അങ്ങ് പ്രസാദമായി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ 5 തൊട്ട് താഴോട്ട് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ജാതികൾ, രാജാക്കന്മാർ, ഈ സാധ്യതകളാണ് അവിടെ ഉള്ളത്. ഇന്നവരാണെന്ന് ബൈബിൾ നിസ്സംശയം നമ്മെ പഠിപ്പിക്കാത്തത് കൊണ്ട്, ഉപദേശിക്കാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു നിഗമനത്തിലേക്ക് എത്താമെന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്ന ഈ ജാതികൾക്ക് രോഗശാന്തിയുടെ അല്ലെ രോഗസൗഖ്യത്തിന്റെ ആവശ്യം ഇല്ല. ശാപമില്ലാത്ത, മരണമില്ലാത്ത, രോഗവും ദുഃഖവും ദ്രവത്വവും ഇല്ലാത്ത ലോകത്തിലാണ് അവർ പാർക്കുന്നത്. അപ്പൊ പിന്നെ രോഗസൗഖ്യം എന്നുള്ളത് അവിടെ പ്രസക്തമേ അല്ല. എന്നാൽ അവിടെ അത് ആരോഗ്യ കാരണം എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ച അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്നേ ഉള്ളൂ. പക്ഷെ അവർ പുതിയ ഭൂമിയിൽ കാണും, പക്ഷെ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കത്തില്ല അല്ലേ? പുതിയ യെരൂശലേമിൽ അവർക്ക് പ്രവേശിക്കാം, എന്നാൽ അവർക്കവിടെ താമസം അവിടെയല്ല. ഉദാഹരണം തെറ്റാണെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മുടെ ട്രെയിനില് സ്ലീപ്പർ കോച്ച് ഉണ്ട്, റിസർവേഷൻ കമ്പാർട്ട്മെന്റ് നമ്മൾ പറയും. പിന്നെ 3rd AC, 2nd AC, ഫസ്റ്റ് AC വരെ. ചില ട്രെയിനുകളിൽ ഫസ്റ്റ് AC വരെ ഉണ്ട്. ഈ സ്ലീപ്പർ കോച്ചിലുള്ളവർക്കും ഈ AC കോച്ചിലൂടെ അത്യാവശ്യത്തിന് യാത്ര ചെയ്യാം. AC കോച്ചിലിരിക്കുന്ന TTയെ കാണാൻ പോകാം. AC കോച്ചിൽ യാത്ര ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുക്കൽ പോയി കുറച്ചു നേരമൊക്കെ ഇരിക്കാം. ഞാൻ അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ആദ്യമൊക്കെ പേടിയായിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ കിടന്ന് ഉറങ്ങരുതെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്ന് വന്നു പോകാൻ കുഴപ്പമില്ല. ഇതുപോലെ ഈ ഉദാഹരണം അത്ര യുക്തമല്ല, എന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. കേറിക്കൂടാ എന്നില്ല. അങ്ങനെയുള്ള ഒരു കയറുമെന്നും നമ്മൾ 25-ാം വാക്യത്തിൽ കണ്ടു. അപ്പോൾ ജാതികൾക്ക്, ഈ പുറത്ത് നഗരത്തിന് പുറത്തുള്ളവർക്ക് തീർച്ചയായും ഇതിൽ കടക്കാം, പക്ഷെ അവിടെയല്ല അവരുടെ വാസം എന്ന് മാത്രം. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കേട്ട് അതിന്റെ വെളിച്ചത്തിലാണ് അവർ പുറത്താണേലും താമസിക്കുന്നത്. മനസ്സിലായി. അതിനാണ് അവിടുത്തെ പേൾസ്, രത്നങ്ങൾ, അവയിൽ തട്ടി പ്രതിഫലിച്ച് പുറത്തേക്ക് അതിന്റെ പ്രകാശം പരത്തപ്പെടുകയാണ്. അതുപോലെ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സുതാര്യമായ ലോഹങ്ങളും സുതാര്യമായ ഭിത്തികളും ഒക്കെയാണ്. അപ്പോൾ പുറത്തു നിന്ന് അകത്ത് അവർക്ക് കാണാമായിരിക്കാം. അകത്തെ തേജസ് പുറത്തേക്ക് പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് അവർ നടക്കുന്നത്.
ചിലർ കരുതുന്നുണ്ട് പുറത്ത് സൂര്യനും ചന്ദ്രനും ഒക്കെ വേണമെന്ന്. എന്നാൽ അങ്ങനത്തെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല. ചിലർ അങ്ങനെയും കരുതുന്നുണ്ട്. നഗരത്തിൽ രാവും പകലും ഇല്ലെന്നേ ഉള്ളൂ, പുറത്ത് രാവും പകലും ഒക്കെ ഉണ്ടെന്ന്. അതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ഈ അകത്തെ വെളിച്ചം പുറത്തേക്ക് വളരെ ശക്തിയോടെ ബഹിർഗമിക്കുകയാണ്. അപ്പൊ അകത്ത് രാത്രി ഇല്ലെങ്കിൽ പുറത്തും രാത്രി ഇല്ലെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അകത്തെ പ്രകാശം ഒരിക്കലും കുറയുന്നില്ല. രാത്രി ഉണ്ടെങ്കിലേ കുറയത്തുള്ളല്ലോ. അവിടെ രാത്രി ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ പ്രകാശം ഒരിക്കലും കുറയുന്നില്ല. അപ്പോൾ നഗരത്തിനകത്തെ പ്രകാശം കുറയാത്തത് കൊണ്ട് പുറത്തേക്കുള്ള ബഹിർഗമനത്തിനും കുറവൊന്നുമില്ല. പിന്നെ പുറത്തുള്ളവർക്കും ഇരുട്ടിന്റെ ആവശ്യവും ഇല്ല. കാരണം അവർ ദ്രവത്വമുള്ള ശരീരത്തിൽ അല്ല. അതുകൊണ്ട് അവർക്ക് ക്ഷീണവും പ്രയാസമൊന്നും ഇല്ല. ആദാമിനെ സൃഷ്ടിച്ചത് പോലത്തെ മണ്ണ് കൊണ്ടുള്ള ജഡശരീരത്തിലല്ല അവരായിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് രാത്രി ഉറങ്ങുകയും പകൽ അധ്വാനിക്കുകയും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ അവരാരാണെന്ന് ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ട് എന്തുകൊണ്ട് അവിടെ താമസിപ്പിക്കാത്തതെന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവരാരാണെന്ന് അവർ ശരിക്കും ആയിരം ആണ്ട് വാഴ്ചക്കാലത്തെ ജാതികളെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനു മുമ്പുള്ള ജാതികൾക്ക് അങ്ങനെയുള്ള പരിഗണന കൊടുത്തിട്ടില്ല. അവർക്ക് എല്ലാവർക്കും സുവിശേഷത്തിൽ വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്കവരെ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് കർത്താവിനോട് കൂടെ വിശ്വസ്തത പുലർത്തി നിൽക്കുന്ന ജാതികൾ എന്ന് തന്നെ മനസ്സിലാക്കും. അതായത് ജീവനോടിരുന്നിട്ട് പ്രവേശിക്കുന്നവരെന്ന് തന്നെ മനസ്സിലാക്കും. എഫേസ്യലേഖനം 1:10 കാലസമ്പൂർണ്ണ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആദാമിനെയും ഹവ്വായെയും ദൈവം സൃഷ്ടിച്ച, അതായത് പാപം ചെയ്യുന്ന മുമ്പേ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ആ കാര്യങ്ങൾ സാധിപ്പിക്കുന്നുള്ള ഒരു ചിന്ത നമുക്ക് ചിന്തിക്കല്ലോ. അതെ, അതാണ് നമ്മൾ പറഞ്ഞത്. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിന്റെ നിത്യനിർണയത്തിന്റെ അക്ഷരീയമായ പരിപൂർണ നിവർത്തിപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവം എങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചിരുന്നത്? ആദ്യം സൃഷ്ടിപ്പ് നടത്തിയപ്പോഴേ അല്ല, അതിനു മുമ്പ് അനാദിയിലെന്നാണല്ലോ. ആ അനാദി നിർണയത്തിൽ തന്നെ ദൈവം ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ആ ഒരു രീതിയിൽ മുഴുവൻ സൃഷ്ടിയുടെയും വ്യവസ്ഥ, അതിന്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് എന്നല്ല, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഗോഡ്സ് പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതിയുടെ നിവർത്തീകരണം. ദൈവം ഒറിജിനലി എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നിവർത്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, അവരാണോ ഈ വെള്ളസിംഹാസന ന്യായവിധിയിലെ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവര്? ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത എല്ലാവരെയും ഈ പേര് തള്ളിയിടും. അന്നേരം ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണോ ഇവര്? അതെ, തീപ്പൊയ്കയിൽ എല്ലാവരെയും തള്ളിയിടുന്നു. അല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവര് സഭയല്ലാത്തവരും ഉണ്ടാകുമെന്ന ഒരു അഭിപ്രായമുണ്ട്. അവരാണോ ഇതെന്നാണ് ഞാൻ ചോദിച്ചത്. അതെ, അതാണ് ഈ ജാതികൾ. സഭയിൽപ്പെടാത്തവരാണ്. പക്ഷെ ആ സഭയിൽപ്പെടാത്തവർ സഭാ കാലയളവിലെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലത്തെ ആൾക്കാരല്ല എന്ന് മാത്രം. ഏറ്റവും ഒടുവിൽ വെള്ളസിംഹാസന ന്യായവിധിയിൽ ജീവപുസ്തകം പരിശോധിക്കുന്നതും ഇതിനു വേണ്ടി തന്നെയാണ്. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും ഈ പുതുവാന ഭൂമികളിലേക്ക് പ്രവേശനമില്ല. വ്യക്തതയോടെ എഴുതിയിരിക്കുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് രണ്ടാമത്തെ മരണം. അപ്പോൾ ജീവപുസ്തകത്തിൽ പേരുള്ളവർ തന്നെയാണ് ഈ ജാതികൾ. അല്ലായിരുന്നെങ്കിൽ നേരെ തീപ്പൊയ്കയിലേക്ക് പോയേനെ.
അപ്പൊ നമുക്ക് ന്യായമായി മനസ്സിലാക്കാം ഗോഗു മാഗോഗ് യുദ്ധത്തിന്റെ ആ കാലയളവിലാണ് ഇവരുടെ പേര് ജീവപുസ്തകത്തിൽ വന്നതെന്നല്ലേ? 1000 ആണ്ട് വാഴ്ച മുഴുവനും ഗോഗുമാഗോഗ് യുദ്ധത്തിന്റെ സമയത്ത് മാത്രമൊന്നല്ല, ഈവൻ ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ള മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ പോലും ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരെ മാറ്റി നിർത്തുന്നു, അല്ലാത്തവരെ തീപ്പയിൽ തള്ളിയിടുന്നു. അതിൽ പേരുള്ളവരും ആ ജാതികളും ഈ കൂട്ടത്തിൽ ആകാം. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നിത്യതയുടെ ഈ വിധ ചില കാര്യങ്ങൾ കർത്താവ് നമുക്ക് കൃത്യതയോടെ അനാവരണം ചെയ്തു തന്നിട്ടില്ല. അത് മോശയുടെ വാക്കുകളിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവ പിന്നെ വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നതിൽ നിന്നുകൊണ്ട് നമുക്ക് ഇത്രയുമൊക്കെ ചിന്തിക്കാമെന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ജീവപുസ്തകത്തിൽ പേരുള്ളവരും കർത്താവിനോടുകൂടെ നിത്യതയിൽ പ്രവേശിക്കുന്നവരും ആകേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമായ കർത്താവ് തന്നോടുകൂടെയുള്ള നിത്യതയ്ക്കായി നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ.